ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കി ചായക്കൊപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, എങ്കിലും നമ്മളിത് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാനിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതിന് ഞാൻ ചക്ക നമ്മുടെ സമയക്കുറവ് കൊണ്ട് തന്നെ അത് മിക്സിയിലടിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്, തണുപ്പ് മാറ്റി. അതുപോലെ തന്നെ റവ കൊണ്ടാണ് ഞാനിവിടെ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ശർക്കര പാനിയാക്കി അതിലേക്ക് തേങ്ങ നന്നായിട്ട് ഇളക്കി, അതിലേക്ക് ഈ തണുപ്പ് മാറിയ ചക്ക അത് വിട്ട് നന്നായിട്ട് ഇളക്കി, നമുക്ക് ആവശ്യമായ ജീരകം, ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് ഉപ്പുമൊക്കെ പാകത്തിന് ചേർത്ത് ഇളക്കി, നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ റവയെങ്കിൽ റവ, അല്ലെങ്കിൽ നമ്മൾ ഏത് മാവാണ് അതിന് ഉപയോഗിക്കുന്നത് അതിട്ട് ഇളക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ റവയും അതിൻ്റെ കൂടെ ശകലം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ബാലൻസ് ഇരുന്ന അരിപ്പൊടിയായിട്ട് എടുത്താണ്. റവ കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ഒരു കുഴച്ച ഒരു പരുവാകുമല്ലോ, അതിലേക്കാക്കി വെക്കുക. അത് കഴിഞ്ഞ് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തേങ്ങ ഇങ്ങനെ നുറുങ്ങുകളാക്കിയിട്ട് അത് നെയ്ക്കകത്ത് വഴറ്റി അതും കൂടി ചേർത്തൊന്ന് ഇളക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് അതിലൊക്കെ ഒരു തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇല കൂട്ടി അതിലേക്ക് വാരി വെച്ച് അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ തന്നെയാണ് നല്ല സോഫ്റ്റായിട്ടുള്ള കുമ്പിളപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക.